പാറ്റ സമരം അവസാനിക്കാൻ പോവുകയാണ്. ഡൽഹിയിൽ ഇത്രയും ദിവസം നടത്തി വന്നിരുന്ന സമരത്തിന് അർത്ഥമില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു. സർക്കാരുമായിട്ട് ചർച്ച നടത്തി, ചർച്ചയിൽ ഏതാണ്ടൊക്കെ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഇന്ന് ഉച്ചയോടുകൂടി അടുത്ത ചർച്ചയും നടക്കും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ? എന്താണ് അഭിപ്രായം? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം പറയട്ടെ. ഇവിടെ കേരളത്തിൽ നിന്ന് 17 ഡിവൈഎഫ്ഐയുടെ കുട്ടികൾ പോയിട്ടുണ്ട്. അവർ മറ്റന്നാൾ ഡൽഹിയിലെത്തും. അതിന് മുമ്പ് പാറ്റ സമരം അവസാനിച്ചാൽ ഈ മകനെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് രക്തഹാരം അണിയിച്ച് വിജയീ ഭവ എന്ന് ആശീർവദിച്ച് വിട്ട അമ്മ ഉൾപ്പെടെയുള്ളവർക്ക് തീരാ നൊമ്പരമാവും. മകൻ്റെ ചിത്രം ടി വിയിൽ വരുമോ? അവിടെ പകുതി സ്റ്റേഷനിൽ വെച്ച് തിരിച്ചു വരണ്ടേ? അപ്പോൾ അമ്മ ഇപ്പോൾ കൊടിയ പ്രാർത്ഥനയിലായിരിക്കും. അല്ലെങ്കിൽ ഇവിടുന്ന് പുറപ്പെട്ട ആ ഡിവൈഎഫ്ഐയുടെ 2 സഖാത്തികളും 15 സഖാക്കന്മാരുമാണ്. അവരും വലിയ പ്രാർത്ഥനയിലാവും. ഞങ്ങൾ ചെന്ന് ഡൽഹി കാണുന്നവരെ, ഞങ്ങൾ ചെന്ന് ഞങ്ങളുടെ തല ടി വിയിൽ വരുന്നവരെ, എങ്ങനെയെങ്കിലും ഈ സമരം തുടരണമേ എന്ന പ്രാർത്ഥനയിലായിരിക്കും അവർ ഇപ്പോൾ ട്രെയിനിലിരിക്കുന്നതും അവരെ കയറ്റി അയച്ച സഹപ്രവർത്തകരും ഈ അമ്മ ധീരവനിത ഉൾപ്പെടെയുള്ളവരൊക്കെ വിചാരിക്കുന്നത്. ശ്രീ ധർമ്മേന്ദ്ര പ്രധാനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്തിന് അദ്ദേഹം രാജിവെക്കണം? പ്രിയൻ പറയും, എന്ത് കാരണത്തിന്? ഒരു മന്ത്രിസഭയിൽ അല്ലെങ്കിൽ അദ്ദേഹം സൂപ്പർവിഷൻ ചെയ്യുന്ന മന്ത്രിസഭയിൽ ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ തന്നെ അതിന് വേണ്ട കാര്യങ്ങളിൽ തീരുമാനമായി. ഡോക്ടർ രാധാകൃഷ്ണനെ പോലെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയെ കൊണ്ടുവന്ന് അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ന്യൂസ് അനുസരിച്ച് രാജ്യത്തെ 4 സോണായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ സോണും പ്രത്യേക ഇൻചാർജുമാർ വരുന്നു. UPSC വഴി എന്താണ് ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവരായിരിക്കും നോക്കാൻ പോകുന്നത്. കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പല ആൾക്കാരെ, ഈവൻ ട്രാൻസ്ലേഷന് പോലും ആൾക്കാരെ വയ്ക്കുമ്പോൾ അവരിൽ നിന്ന് പോലും ചോർത്തിയെടുക്കാം. അല്ലെങ്കിൽ സബ്ജക്റ്റ് എക്സ്പേർട്ടായിട്ട് വരുന്ന ആൾക്കാർ, കെമിസ്ട്രിക്ക് വേണ്ടി വന്നൊരു അധ്യാപകനാണ് കുറച്ച് കാര്യങ്ങൾ ചോർത്തി കൊടുത്തതെന്ന് നമ്മൾ അറിയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മന്ത്രി രാജിവെച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് പറയുന്നതെങ്കിൽ നമ്മുടെ കേരളത്തിലാണ് ഇവിടെ ഏറ്റവും വലിയ, ഇപ്പോൾ ഗോവിന്ദനൊക്കെ ടി വിയിൽ കിടന്നിങ്ങനെ പറയാം. നമ്മുടെ റിയാസ് ഉണ്ടല്ലോ, മരുമോനിക്ക, അടുത്ത മുഖ്യമന്ത്രിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന അദ്ദേഹം എന്തായിരുന്നു ഘോരമാണ് പറയുന്നത്. അപ്പോൾ അവരുടെ മിനിസ്ട്രി ഇരിക്കുന്ന സമയത്ത് വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയുടെ ഇതിൽ പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ, ജീവനാണ്, മനുഷ്യരുടെ ജീവനാണ് അവിടെ കിടക്കുന്നത്. എന്നിട്ട് രാജിവെക്കണമെന്നും പറഞ്ഞ് ഇവിടെ ആളുകൾ പറഞ്ഞപ്പോൾ അന്വേഷിക്കാം എന്നല്ലേ മന്ത്രി പ്രമുഖ പറഞ്ഞുള്ളൂ. അപ്പോൾ പിണറായി വിജയനോ ഈ ഗോവിന്ദൻ സഖാവോ ഇവർ രാജിവെക്കണമെന്നും പറഞ്ഞ് SFIക്കാരോ DYFIക്കാരോ നിരത്തിലിറങ്ങിയോ? കരിങ്കൊടി കാണിച്ചവരെ തന്നെ അടിച്ചമർത്തി. ഇതുപോലെ ആക്രമാസക്തമായില്ല. മുഖ്യമന്ത്രിയുടെ മേത്തേക്ക് ചാടി വീഴാൻ നോക്കിയില്ല. മുഖ്യമന്ത്രി കൊല്ലുമെന്ന് പറഞ്ഞില്ല. കണ്ണി കിട്ടിയ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ല. ഇല്ലേ? അങ്ങനെയൊന്നും പറയാണ്ട് സമാധാനപരമായിട്ട് വീണ ജോർജിൻ്റെ അടുത്തു കൂടെ പോയവരെ വരെ അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ എന്തെങ്കിലും കറുത്ത ഡ്രസ്സോ കറുത്ത സാരിയോ എടുത്തവരെ പോലെ, കറുത്ത മാസ്കോ വെച്ചവരെ പോലെ അറസ്റ്റ് ചെയ്ത് നീക്കി നല്ല ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കി. അങ്ങനെ നടക്കുന്ന കേരളത്തിലാണ്, കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ കേരളത്തിലെ LDFിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരാണ് പറയുന്നത് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. എന്തിനു വേണ്ടി രാജിവെക്കണം? അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിൽ വന്ന പോരായ്മകൾക്ക് കാര്യങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹം രാജിവെച്ചിട്ട് എന്ത് ചെയ്യാനാ? ഒരു ഈഗോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മന്ത്രി പെട്ടെന്ന് മാറുകയാണെങ്കിൽ ആ വകുപ്പിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. അദ്ദേഹം തന്നെ ഇരുന്ന് അദ്ദേഹം അത് റെക്ടിഫൈ ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. അദ്ദേഹം നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. വന്നപ്പോൾ തന്നെ അതിനുള്ള സമീപനങ്ങളായി മുന്നോട്ട് പോയി. ഇവർ കുറച്ച് ആവശ്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ പ്രിയൻ പറഞ്ഞു തുടങ്ങിയത്, അതിൽ ഇവരുടെ കുട്ടികൾക്കെതിരെയുള്ള കേസുകളൊക്കെ പിൻവലിക്കണം. ഓക്കെ എന്ന് അമിത്ഷാജി പറഞ്ഞിട്ടുണ്ട്. അതിനൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറയുന്ന കാര്യത്തിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ആലോചിക്കേണ്ടി വരും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും മന്ത്രിയല്ല, ആ മിനിസ്ട്രിയിലുള്ള IAS ഓഫീസേഴ്സോ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഓഫീസേഴ്സാണ് നേരിട്ട് ഡീൽ ചെയ്യുന്നത്. അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനുള്ള വ്യക്തിയാണ് മന്ത്രി എന്ന് പറയുന്ന ആൾ. മന്ത്രി ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളാണ്. മന്ത്രി MP ആവുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരാക്കുന്നു. അദ്ദേഹത്തിൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ആ കോൺഫിഡൻസിന് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ നിമിഷം വരെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഉണ്ടാക്കല്ലേ പ്രിയൻ,
ഇപ്പോൾ നീറ്റ് പരീക്ഷയൊക്കെ മാറിക്കഴിഞ്ഞു. എന്തൊക്കെ കാരണങ്ങളാണ് കൊണ്ടുവരുന്നത്, എന്തെന്തൊക്കെ കാര്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ നമ്മുടെ ഇന്ത്യക്കാരും അല്ലാത്തവർക്കുള്ള പ്രശ്നങ്ങൾ മുഴുവൻ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടിടുകയാണ്. ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു പ്രവർത്തനമാണെന്നിത് പറയുന്നു. CIAയുടെ പ്രവർത്തനമാണെന്ന് പറയുന്നു. 12 മാസത്തിനുള്ളിൽ മോഡിജിയെ മാറ്റുവാൻ വേണ്ടി ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഒത്തുചേർന്ന് നടക്കുന്ന സമരമാണെന്ന് പറയുന്നു. പക്ഷേ ഒരു മുഖമായിട്ട് കുട്ടികളെ ഇറക്കിയാലേ പറ്റുള്ളൂ. കാരണം എല്ലാവരുടെയും മനസ്സിൽ കുട്ടികളെക്കുറിച്ച് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും അല്ലേ. ആശാ വർക്കേഴ്സ് തലമുടി മുറിച്ചപ്പോഴും അവരെത്രയോ ദിവസം മഴയത്തും വെയിലത്തും കിടന്നപ്പോഴൊന്നും ഒരു പ്രശ്നവും ഇവിടെയുള്ള തിരുവോണത്തിന് പട്ടിണി കിടന്നപ്പോൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. രഞ്ജിനി ഹരിദാസിനെ നമ്മൾ കണ്ടില്ല, ഷബാന ആസ്മിയെ നമ്മൾ കണ്ടില്ല അല്ലേ. റിയ എന്നും പറഞ്ഞ് പോലീസിൻ്റെ വണ്ടി ഒരു കൈ കൊണ്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തിയ ആ മഹദി രത്നത്തെ കണ്ടില്ല മുംബൈയിൽ. ആരും നമ്മൾ അമോൽ പലേക്കർ ഇറങ്ങിയിരിക്കുന്നു, ഷബാന ആസ്മി, എത്ര പേര് ഇങ്ങനെ വാങ്ങിച്ചുങ്ങിനെ പോലും നമ്മൾ കണ്ടോ. എന്തൊക്കെ ഇവിടെ സമരങ്ങൾ നടന്നു. അതിനെയൊക്കെ ക്രൂരമായി നേരിടുകയോ അല്ലെങ്കിൽ കണ്ണടയ്ക്കുകയോ ചെയ്തൊരു സർക്കാരാണ് തങ്ങളുടെ സഖാക്കൾക്കൊപ്പം കുട്ടി സഖാക്കളെയും റോഡിലിറക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം പ്രിയൻ അറിഞ്ഞോ, എന്താണ് കോഴിക്കോട് സൈഡിൽ SFIയുടെ ഒരു പഠിപ്പ് മുടക്കൽ സമരം ഉണ്ടായിരുന്നു. പടപ്പ് മുടക്കേണ്ട എന്താ കാര്യം? അത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. പഠിക്കണവർ പഠിക്കട്ടെ, അതിന് പഠിപ്പ് മുടക്കിയിട്ട് ശരിക്കും നഷ്ടമല്ലേ. അപ്പോൾ MSFൻ്റെ ആൾക്കാരും മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരും അത് തടഞ്ഞു എന്ന്. പഠിപ്പ് മുടക്കാൻ ഇവർക്ക് നിയമത്തിൽ വ്യവസ്ഥയുണ്ടെങ്കിൽ അതുപോലെ പഠിക്കുവാനും വ്യവസ്ഥയുണ്ട്. അവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് ഇവർ കടന്നു ചെല്ലുന്നത്. അതിന് വലിയ ഘോരം പ്രസംഗം. നിങ്ങൾ കാണുന്നില്ലേ, നമ്മളുടെ വിദ്യാർത്ഥികൾക്കെതിരായ സമരത്തിൽ നിങ്ങൾ പങ്കുചേരേണ്ടതല്ലേ, പഠിച്ചാലല്ലേ വിദ്യാർത്ഥിയാണെന്ന് പറയാൻ പറ്റുള്ളൂ, സമരം ചെയ്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയാണെന്ന് പറയാൻ പറ്റുമോ? അപ്പം ഇങ്ങനെ ഇവർക്ക് തോന്നുന്ന പോലെ ആക്രമാസക്തമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെ പോലും അതിൽ നിന്നും വിലക്കുക. എല്ലാവരും ചേർന്ന് ഒരു ദിവസം ചെയ്താൽ പോരെ, ഒറ്റ ദിവസത്തെ വിദ്യാഭ്യാസ ബന്ദ് പോരെ. ഈ വിദ്യാഭ്യാസ ബന്ധെന്ന് പറഞ്ഞ് സ്കൂളിൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി വയ്ക്കുന്നത്. സെൻറ്റ് റിസാസിൽ പഠിച്ചിരുന്നത് അതിനൊരു സ്കൂൾ പെൺകുട്ടികൾക്കുള്ള സ്കൂളായതിനും അവിടെ ഞങ്ങളധികം ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. കാരണം വാതിലടച്ചിടും കന്യാസ്ത്രീയമ്മമാർ, അവരാരും എൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല. പുറത്തുനിന്ന് ബഹളം വയ്ക്കണം നമുക്ക് കേൾക്കാം. ചിലപ്പോഴെങ്കിലും ഞങ്ങൾ വിചാരിച്ചു തോന്നുന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ പോകായിരുന്നല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. തമാശയല്ല. പ്രിയൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, വ്യക്തമായി ആലോചിക്കുന്ന ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ കുറിച്ചാണ് ചിന്ത എങ്കിൽ ആ ക്രമക്കേടുകൾക്ക് വേണ്ട തക്കതായ പരിഹാരം കൊണ്ടുവന്നു. പിന്നെ കുറച്ച് കുട്ടികൾ ആത്മഹത്യ ചെയ്ത് ശരിക്കും സങ്കടം തൊട്ട് അവർ അത്ര ബുദ്ധിമുട്ടിയെ പഠിക്കണേ. 1-2 വർഷം റിപ്പീറ്റ് ചെയ്ത് 23 വയസ്സൊക്കെ ആയിട്ട് നീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടല്ലേ, അത് ശരിക്കും അവർക്ക് അവർ നന്നായി ചിലപ്പോൾ പെർഫോം ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്തത് വരുമ്പോൾ എങ്ങനെയാവും എന്നറിയില്ല. ആ സമയത്ത് അവരുടെ മനോവിസ്ഥിതിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. റീസെൻ്റ്ലി ഞാനൊരു വീട്ടിൽ പോയപ്പോൾ ആ കുട്ടി വേറെ ഏതോ PSC പരീക്ഷയ്ക്ക് UPSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കോൺസെൻട്രേഷനിലിരിക്കുന്ന ആൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ആ ചിന്തയെക്കുറിച്ച് നമ്മൾ ശരിക്കും ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അവരുടെ വീട്ടുകാർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതും കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഏറ്റവും നല്ല വൺ ഓഫ് ദ ബെസ്റ്റ് മിനിസ്റ്റേഴ്സ് ഇത് തെറ്റ് പറ്റിപ്പോയി, അതിന് വേണ്ട തക്കതായ പരിഹാര നടപടികളും എടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിൽ ഒരു ചർച്ച വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നലെയും കൂടെ വന്നു കഴിഞ്ഞു എന്തൊക്കെയാണ് ഗവൺമെൻറ് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി ചെയ്യുന്നൊരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി വലിയ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ സോണായിട്ട് തിരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അതെ, ഏതായാലും ഇനി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഉണ്ടായില്ലെങ്കിൽ ഇവർ സമരം വ്യാപിപ്പിക്കുമെന്ന് പറയുന്നു. എങ്കിൽ കൂടിയും ഈ സമരം എത്രത്തോളം സക്സസ്ഫുൾ ആവും? ഒരു കാരണവശാലും ഇത്രയും പരാജയപ്പെട്ട ഒരു സമരത്തിനെ ഇനി സക്സസ്ഫുൾ ആക്കാൻ ഈ പാറ്റക്കൂട്ടത്തിന് കഴിയുമോ? പ്രിയൻ, പാറ്റക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാറ്റകളല്ല കേട്ടോ, വേറെ വലിയ വന്യജീവികൾ ഞാൻ പറയാൻ പോയിരുന്നു. പാറ്റകൾ നിരുപദ്രവകാരിയാണ്, ചുമ്മാ ഇങ്ങനെ പറഞ്ഞു നടക്കും. നമുക്കൊരു ഇത് തോന്നാം ഹിറ്റ് അടിച്ചാൽ തീരും, അല്ലെങ്കിൽ അയ്യോ നമുക്ക് തോന്നുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളെ കൊല്ലും തിന്നൊന്നുമില്ല. പക്ഷെ ആനക്കൂട്ടവും നരിക്കൂട്ടവും സിംഹക്കൂട്ടവും ഒക്കെയാണ് ഇപ്പോൾ ഇവരുടെ പിന്നാമ്പുറം പറ്റി വന്ന് നിൽക്കുന്നത്. അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. നമ്മളുടെ ഭാരതത്തിൻ്റെ അഖണ്ഡതയെ തകർക്കുന്ന കാര്യങ്ങളിലേക്ക് ഇവർ പോകുന്നു. അത് നമ്മൾക്ക് ഒരു ഭാരതീയനായ ആർക്കും തന്നെ സഹിക്കാൻ പറ്റില്ല. പ്രിയനും നമ്മുടെ ക്യാമറാമാൻ പ്രശാന്തും ഞാനും ഉൾപ്പെടെയാണ്, ഞാൻ വളരെ മൂത്ത നിങ്ങളെക്കാട്ടിലും, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് രാവിലെ നമ്മൾ കൈ നിവർത്തി പിടിച്ച അസംബ്ലിയിൽ പറഞ്ഞ്
മനസ്സിലുറപ്പിച്ച് ഈ പ്രായത്തിൽ എനിക്കത് ബൈഹാർട്ടായിട്ട് ചൊല്ലാൻ പറ്റണമെങ്കിൽ അന്ന് മനസ്സിലുറച്ച കാര്യമല്ലേ. അപ്പോൾ ഇന്ത്യ ഈസ് മൈ കൺട്രി, അതിനെ നമുക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. നേപ്പാളിലോ ബംഗ്ലാദേശിലോ ഒക്കെ നടന്ന പോലത്തെ ഒരു വിപ്ലവത്തിലേക്ക് ഇന്ത്യയെ തള്ളിവിടാൻ നമുക്ക് കഴിയുകയില്ല. ഇവരിങ്ങനെ കുറേ ബഹളം ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഇവരൊക്കെ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകുന്നത് എന്തിനാ? ഇവർ പറയാണ് പ്രിയൻ, വലിയ വലിയ വണ്ടികളിൽ ഭക്ഷണം എത്തുന്നു, ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ ഓർഡർ ചെയ്യണോ അവിടെ കൊണ്ട് കൊടുക്കാൻ. ഞാൻ കണ്ടു ഇങ്ങനെ സൈക്കിളിൽ, മോട്ടോർ സൈക്കിളിലും സ്കൂട്ടറിലൊക്കെ സ്വിഗ്ഗി പോലത്തെ ഡെലിവറി ബോയ്സ് വന്ന് ആരാ ഓർഡർ ചെയ്ത് എന്താണെന്നറിയില്ല, പക്ഷേ എവിടെ നിന്നൊക്കെയോ ഇവർക്ക് അനോണിമസ് ഫോൺ കോൾസ് വന്ന് ഇവിടെ കൊണ്ട് ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 10 കോടി രൂപയിലധികമൊക്കെ വരുന്നുണ്ടെന്നും നമ്മൾ കേൾക്കുന്നു. ഇതിനൊക്കെ റെസിറ്റ് ചെയ്യണ്ടേ? ആരുടെ പേർക്ക് വരുന്നു, എങ്ങനെ വരുന്നു, എല്ലാ എന്താ പറയുക അണ്ടർ ഹാൻഡ് ഡീലിങ്സ് പോലെ കാര്യങ്ങൾ നടക്കുന്നു. ഇതൊക്കെ അമിത്ഷാജിയുടെ നേതൃത്വത്തിലുള്ള ടീം ശരിക്കും അൺഎർത്ത് ചെയ്യുകയും ചെയ്യും. ഒരു ഭാരതീയൻ എന്ന നിലയിൽ, ഭാരതത്തിൽ താമസിക്കുന്ന ഒരു സ്വതന്ത്ര ചിന്താഗതിയുള്ള വ്യക്തി എന്ന നിലയിൽ ആര് എങ്ങനെ കൊണ്ടുവന്നു ഈ പൈസ എന്നറിയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻജിയുടെ കാര്യം മാറ്റിവിടും, പക്ഷേ ഇതിന് പുറകിൽ ശരിക്കും പറയുകയാണെങ്കിൽ അഭിജിത്ത് ദീപ്കയുടെ കയ്യിൽ നിന്നും പിടിവിട്ടു പോയി. ശരിയല്ലേ? അദ്ദേഹം വിചാരിച്ചതല്ല, അദ്ദേഹം ചിലപ്പോൾ നല്ല മനസ്സോടെ വന്നതായിരിക്കും, പക്ഷെ വേറെ ഏതോ ഹൂളിഗൻസ്, വേറെ ഏതോ രാജ്യവിരുദ്ധ പ്രവർത്തകർ ഒക്കെ ചേർന്ന് അവരുടെ കയ്യിലേക്ക് ഇതിനെ ഒതുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് 3.5 മണിക്കാണ് ശ്രീ നദ്ദാജിയുമായിട്ടുള്ള സംഭാഷണം. അതിൽ കൃത്യമായ വ്യക്തമായ ഇവർക്ക് ആവശ്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ സമ്മതിച്ചു കൊടുക്കും. അഭിമാനത്തോടുകൂടി ഞങ്ങൾ വന്ന കാര്യങ്ങൾ നേടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് സമരത്തിൽ നിന്ന് പിന്മാറുകയാണ് ഇവർക്ക് നല്ലത്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.